ഗുഡ് മോർണിംഗ് ഓൾ. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരുന്നു. എല്ലാ മക്കളും ചെയ്തിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ആൻഡ് വാസ് ഡാഷ് സ്മോൾ ബിഗ്. എന്താ ആൻസർ? സ്മോൾ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണല്ലേ, എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. അപ്പോൾ നമ്മുടെ ആൻഡ് എങ്ങനെയാണ്? സ്മോൾ ആണ്, വളരെ ചെറുതാണ്. സെക്കൻഡ് വൺ, ദ സ്മോൾ ആൻഡ് വാസ് ഡാഷ് ഫോർ ഫുഡ്, സെർച്ചിങ് ഫോർ ഫുഡ്. രണ്ടാമത്തെ ആൻസർ കിട്ടിയല്ലോ, സെർച്ചിങ്. ഓക്കെ, പരുതുകയായിരുന്നു അല്ലെങ്കിൽ തിരയുകയായിരുന്നു. എന്തിന്? ഫുഡിന്. ദെൻ തേർഡ് വൺ, സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് ഡാഷ്. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പോൾ തേർഡ് വണ്ണിൻ്റെ ഉത്തരം റെയിനിങ്. ഇനി ഫോർത്ത് വൺ, ദ ആൻഡ് ലുക്ക്ഡ് ഡാഷ്. ദ ആൻഡ് ലുക്ക്ഡ് എറൗണ്ട്. ആൻഡ് ചുറ്റും നോക്കി. ഫിഫ്ത്ത് വൺ, ദ ആൻഡ് സോ എ ടൈനി ഡാഷ്. ആ ആൻഡ് എന്ത് കണ്ടു? എ ടൈനി മഷ്റൂം. അപ്പോൾ ആൻസർ എന്താണ്? മഷ്റൂം. ഫസ്റ്റ് വൺ സ്മോൾ, സെക്കൻഡ് വൺ സെർച്ചിങ്, തേർഡ് വൺ റെയിനിങ്, ഫോർത്ത് വൺ എറൗണ്ട്, ഫിഫ്ത്ത് വൺ മഷ്റൂം. കിട്ടിയല്ലോ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ആയല്ലോ. എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നേ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? റീഡ് ആൻഡ് അറേഞ്ച് ദ സെൻറ്റൻസസ് കറക്റ്റ്ലി ആസ് ഇൻ ദ സ്റ്റോറി ബൈ ഗിവിങ് നമ്പേഴ്സ് ഫ്രം 1 to 5. അതായത് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസസിനെ നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കണം. ടെക്സ്റ്റ് ബുക്ക് വൃത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കൃത്യമായി ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഒന്നാമത്തത് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. എൻ ആൻഡ് ഫൗണ്ട് ദ മഷ്റൂം ആസ് എ ഷെൽട്ടർ ഫ്രം ദ റെയിൻ. ആ ആൻഡ് മഷ്റൂമിനെ റെയിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഷെൽട്ടറായി യൂസ് ചെയ്തു എന്ന് നമ്മൾ ഒന്നാമത്തത് കണ്ടു. രണ്ടാമത്തത് എന്താ? എ ബട്ടർഫ്ലൈ കെയിം ദർ. രണ്ടാമത്തെ എന്താണ്? ഒരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റ എവിടെ വന്നു. അതിനുശേഷം മൂന്നാമത്തത് എ മൗസ് ആസ്ഡ് ഫോർ ഹെൽപ്പ്. ഒരു എലിക്കുട്ടൻ അല്ലേ, ഒരു മൗസ് ഹെൽപ്പിന് വേണ്ടി ചോദിച്ചു. ഫോർത്ത് വൺ, എ സ്പാരോ ഹോപ്ഡ് ടു ദ മഷ്റൂം. ഒരു സ്പാരോ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ, തുള്ളി തുള്ളി വന്നു. ഫിഫ്ത്ത് വൺ, ഓൾ ദ 4 ഫ്രണ്ട്സ് സാറ്റ് ടുഗെദർ അണ്ടർ ദ മഷ്റൂം. ഈ 4 കൂട്ടുകാരും എവിടെ ഇരുന്നു? മഷ്റൂമിൻ്റെ അടുത്തേക്ക്, മഷ്റൂമിൻ്റെ താഴെ ഇരുന്നു. കിട്ടിയിട്ടില്ല എല്ലാ മക്കൾക്കും? എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഫുൾ മാർക്ക് കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു കോൺവെർസേഷനാണ് അല്ലേ? നനഞ്ഞു വിറച്ചിരിക്കുന്ന ഒരു മങ്കിയും നനയാതിരിക്കുന്ന ഒരു മുയലും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ റാബിറ്റ് എന്താ ചോദിച്ചത്? ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ? നീ മഴയിൽ നനഞ്ഞിനോ എന്ന് ചോദിച്ചു. അപ്പോൾ മങ്കി എന്തായിരിക്കും പറയേണ്ടത്? ഞാൻ പറഞ്ഞു മങ്കി ഇങ്ങനെ നനഞ്ഞ് വിറച്ച് അല്ലേ, തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ മങ്കി പറഞ്ഞു യെസ് ഐ ആം ഓൾ വെറ്റ്. ഞാൻ ഫുള്ള് നനഞ്ഞു അല്ലേ? മക്കൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് ഇതാ, ടീച്ചർ ഒരു ഉദാഹരണം മാത്രം തന്നേ ഉള്ളൂ. അപ്പോൾ യെസ് ഐ ആം ഓൾ വെറ്റ്, ഞാൻ ഫുള്ള് നനഞ്ഞു. റാബിറ്റ് അപ്പോൾ പറയണേ ലുക്ക് അറ്റ് മീ ഐ ആം നോട്ട് വെറ്റ്. നോക്കിയേ, എന്നെ നോക്കിയേ, ഞാൻ നനഞ്ഞിട്ടാ. അപ്പോൾ മങ്കി പറയാ ഓ ബട്ട് ഹൗ? അതെങ്ങനെയാ നീ നനയാണ്ടുന്നതല്ലേ? അപ്പോൾ റാബിറ്റ് പറയാ എന്തായിരിക്കും പറയാ? ഞാൻ എവിടെ പോയിരുന്നിനി? മഷ്റൂമിൻ്റെ അടിയിൽ പോയിരുന്നില്ലേ? ഐ സാറ്റ് അണ്ടർ എ മഷ്റൂം. ഞാനൊരു മഷ്റൂമിൻ്റെ അടിയിൽ പോയിരുന്നു. കിട്ടിയല്ലോ? കോൺവെർസേഷൻ കിട്ടിയല്ലോ. നമുക്ക് ആകെ 2 സെൻറ്റൻസേ അവിടെ എഴുതാനുള്ളൂ അല്ലേ? അപ്പോൾ അത് എല്ലാവരും ഭംഗിയായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കൊരു ബട്ടർഫ്ലൈനെയാണ് തന്നെ അല്ലേ? ആ ബട്ടർഫ്ലൈനെ നോക്കിയിട്ട്, ബട്ടർഫ്ലൈ എന്നല്ല, ഇത് നമ്മുടെ എക്സാമിന് തന്നിരിക്കുന്ന ഏത് ചിത്രവും ആ ചിത്രത്തിനെ സൂക്ഷ്മമായി എൻ്റെ മക്കൾ നോക്കിയിട്ട് വേണം നമുക്ക് അതിനനുസരിച്ച് ഉത്തരം എഴുതാൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതണം. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ? ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇതൊരു ബട്ടർഫ്ലൈ ആണ്, സംശയമൊന്നുമില്ലല്ലോ ആയിരിക്കും. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കാണാൻ എങ്ങനെയാണ്? വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ സുന്ദരമാണ്. ഇറ്റ് ഈസ് കളർഫുൾ. നിങ്ങൾക്കറിയാമല്ലോ, കളറില്ലാത്തൊരു പൂമ്പാറ്റ ഉണ്ടാവുക ഇല്ല. അപ്പോൾ പൂമ്പാറ്റ എപ്പോഴും എങ്ങനെയാണ്? കളർഫുള്ളാണ്. ഇറ്റ് ഈസ് കളർഫുൾ. ദെൻ ഫോർത്ത് വൺ നോക്കിയേ, ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ വിങ്സ്.
അതിനെന്തുണ്ട്? നല്ല ഭംഗിയുള്ള ചിറകുകളുണ്ട്. ഇറ്റ് ക്യാൻ ഫ്ലൈ. അതിനെന്ത് പറ്റും? പറക്കാൻ പറ്റും. ഇറ്റ് ഹാസ് മെനി സ്പോട്ട്സ് ഓൺ ഇറ്റ്. ഇത് നമ്മൾ മഷ്റൂമിൽ പഠിച്ചതാ അല്ലേ? റെഡ് മഷ്റൂമാണ്, അതിൻ്റെ മുകളിൽ എന്തുണ്ട്? യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ് എന്ന് പഠിച്ചതാ. അപ്പം അതുപോലെ ഇറ്റ് ഹാസ് മെനി സ്പോട്ട്സ് ഓൺ ഇറ്റ്. മനസ്സിലായല്ലോ? ഇനി ഇത് ക്ലിയർ ആണല്ലോ? എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടാവില്ലേ? ടീച്ചർ 6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. 5 നമുക്ക് എഴുതാൻ വേണ്ടി തന്നിട്ടുള്ളൂ. 5 സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും 5 എഴുതുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആഡ് മോർ ലൈൻസ് ആണ്. ഒരു കേക്ക് തന്നിട്ടുണ്ട്. കേക്കിൽ കുറേ ഫ്ലവേഴ്സ് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. കുറേ സ്റ്റാർസ് ഉണ്ട്, കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട്, അതുപോലെ കുറച്ച് ചെറിയും ഉണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻ ഇങ്ങനെയാണ്. ഹിയർ ഇസ് എ കേക്ക്, ലുക്സ് സോ കളർഫുൾ, ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വോണ്ട്സ് ദ കേക്ക്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ തന്നിട്ടുണ്ട്. ഹിയർ ഇസ് എ കേക്ക്, ഇറ്റ് ഇസ് സോ കളർഫുൾ. അതായത് ആദ്യത്തെ 2 ലൈൻ സെയിം ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്കവിടെ എന്താ മാറ്റേണ്ടത്? അപ്പോൾ ഫ്ലവേഴ്സിന് പകരം അടുത്ത സ്റ്റെപ്പ് എന്താണോ അവിടെയുള്ളത് അതെഴുതുക അല്ലേ? അപ്പോൾ എന്തെഴുതാം നമുക്ക്? സ്റ്റാർസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വോണ്ട്സ് ദ കേക്ക്. ചോദിച്ചൂടെ? ടീച്ചർ കാണിച്ചു തരാം, ആൻസർ കാണിച്ചു തരാം, നോക്കിക്കോ. ഹിയർ ഇസ് എ കേക്ക്, ലുക്സ് സോ കളർഫുൾ, സ്റ്റാർസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വോണ്ട്സ് ദ കേക്ക്. അടുത്തത് ഹിയർ ഇസ് എ കേക്ക്, looks so colorful, strawberries on it all, who wants the cake. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റാൻസ. ഹിയർ ഇസ് എ കേക്ക്, ലുക്സ് സോ കളർഫുൾ, ചെറീസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വോണ്ട്സ് ദ കേക്ക്. അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താ? ആദ്യം ഫ്ലവേഴ്സിൻ്റെ സ്പെല്ലിങ് അതവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർസിൻ്റെ സ്പെല്ലിങ് അറിയണം, അതുപോലെ സ്ട്രോബെറീസിൻ്റെ സ്പെല്ലിങ് അറിയണം, ചെറീസിൻ്റെ സ്പെല്ലിങ് അറിയണം അല്ലേ? അപ്പോൾ അതൊക്കെ എൻ്റെ മക്കളൊന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആൻസറൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല മക്കളായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക, പഠിക്കുക. ടീച്ചറുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നന്നായി പഠിച്ച് ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഓക്കെ.